ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലോത്തിങ് സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓൺലൈൻ ഒന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആ ഒരു ചെറിയൊരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഷോപ്പ് ഇട്ടിരിക്കുകയാണ് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സിറ്റിയിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഓൺലൈൻ സ്റ്റോറിന്റെ ഒക്കെ ആ ഒരു ഗ്രോത്ത് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാരലൽ ആയിട്ട് ഈ ഒരു ഫിസിക്കൽ സ്റ്റോറിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഓൺലൈൻ സ്റ്റോറും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇതുപോലെ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറയും. അപ്പൊ അവര് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എത്ര വരും, അതിനൊക്കെ റിക്വയർമെന്റ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ, നമുക്കൊരു 10,000-2,000 കസ്റ്റമേഴ്സ് ഒക്കെ ഇതിൽ വരുള്ളൂ. സോ അതിനനുസരിച്ച് എനിക്ക് ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ സെർവേഴ്സ് ഒന്നും എക്സ്ട്രാ ആവശ്യമില്ല. എനിക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൽ തന്നെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് തന്നാൽ മതി. സോ അവര് നിങ്ങൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് തരും. നിങ്ങളത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ബിസിനസ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് ഇപ്പം എല്ലാ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ ചെയ്യുന്ന പോലെ നമുക്കൊരു ബിഗ് ഡേ സെയിലൊക്കെ കൊടുത്തു നോക്കിയാലോ എന്ന്. അപ്പൊ ആ ഒരു ഐഡിയയിൽ നിങ്ങൾ ഒരു ബിഗ് ഡേ സെയിൽ കൊടുത്തു. പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു 1,00,000 കസ്റ്റമേഴ്സ് വന്നിട്ട്, അല്ലെങ്കിൽ 1,00,000 വേണ്ട, ഒരു 10,000 കസ്റ്റമേഴ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷനെ അക്സസ് ചെയ്യുവാണെന്ന് വിചാരിച്ചു. ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു സിംഗിൾ ലാപ്ടോപ്പിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്രാഷ് ആവൂലേ? അത് മാത്രമല്ല, കസ്റ്റമേഴ്സ് കുറച്ചിട്ട് അവരുടെ ടൈം അവർ വേസ്റ്റ് ചെയ്യൂല. നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ അക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് അടുത്ത ഒരു വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യും. കാരണം അവർക്ക് അവരുടെ ടൈം അത്രയും പ്രീഷ്യസ് ആണല്ലോ. നിങ്ങൾക്കാണ് ഇവിടെ നഷ്ടം വരുന്നത്. ഒന്ന്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ലോസ് ആവും, അത് നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കും. ബിസിനസ്സിൽ ലോസ് വരും, റവന്യൂ ലോസ് വരും. സോ ഇത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു ചെറിയ കമ്പനീനെ കുറിച്ചാണ്. നമ്മുടെ ചെറിയൊരു കമ്പനീന്റെ റെപ്യൂട്ടേഷൻ ഇത്രയും ബാധിക്കുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറെ ഓൺലൈൻ വെബ് ആപ്ലിക്കേഷൻസ് ഇല്ലേ, നമ്മൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ നൈക്കിയോ, അവരൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. കാരണം ഇതുപോലെ ഫ്ലാഷ് സെയിൽ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കും അവരുടെ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിന് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവരുടെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കും. സോ അപ്പൊ നിങ്ങൾ ഇതിന് പറയാൻ പോകുന്ന ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? ഈ ഇത്രയും ട്രാഫിക്കിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അതിനൊരു എൻവറോൺമെന്റ് സെറ്റ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ സെർവേഴ്സ് വാങ്ങാനായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. സോ അതിനും അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഇനി നെക്സ്റ്റ് പറയും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു സെർവറും നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാതെ എന്നാൽ ഏറ്റവും സ്മൂത്ത് ആയിട്ട് എങ്ങനെ ഇത്രയും മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്നാണ് അതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. AWS അല്ലെങ്കിൽ ആമസോൺ വെബ് സർവീസസിനെ കുറിച്ചാണ് കേട്ടോ. സോ ഈ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും വലിയ വലിയ ടെക് കമ്പനീസ്, ഒരു ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ടെക് കമ്പനീസും എന്തുകൊണ്ടാണ് അവരുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് AWS ത്രൂ ഡിപ്ലോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AWSനെ ഇത്രയും ട്രസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഡെവോപ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനു എന്നാണ്. ഇതുപോലെ ടെക് വീഡിയോസ് ആണ് ഞാൻ ഈ ഒരു ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റിയാക്ടിന്റെ ആണെങ്കിലും നെക്സ്റ്റ്.js ആണെങ്കിലും അതുപോലെ തന്നെ PHPന്റെ ഫ്രെയിംവർക്സിന്റെ ആണെങ്കിലും Node.jsന്റെ ഡെവോപ്സിന്റെ തന്നെ ഡോക്കർ, ക്യൂബർനെറ്റീസ്, ജെങ്കിൻസ്, CI/CD, ഗിറ്റ്ലാബ് ഒക്കെ വീഡിയോസ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ നമുക്ക് ഇന്നൊരു ഈ ഒരു AWSന്റെ കേസിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ AWS എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ഇഷ്യൂ ആണ് ഈ ഒരു AWS സോൾവ് ചെയ്തത്, അല്ലെങ്കിൽ AWS വരുന്നതിന് മുന്നേ ഇതുപോലുള്ള കമ്പനീസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന മേജർ ആയിട്ടുള്ള പ്രോബ്ലം എന്താന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു ഡെവലപ്പറിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് എലോര എന്ന് പറഞ്ഞ ഡെവലപ്പറിന് പേര് കൊടുക്കാം. ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പറാണ്. സോ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, എന്തെങ്കിലും ഒരു വെബ് ആപ്ലിക്കേഷൻ എടുക്കാം കേട്ടോ, ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഒരു ഗെയിം ഹബ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. നമുക്കൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ നിന്നായതുകൊണ്ട് കുറച്ച് പോപ്പുലർ കേരള മാർട്ട്, കുറച്ചുകൂടി പേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കേരള മാർട്ട് എന്ന് പറഞ്ഞ് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ പേരൊക്കെ കൊടുത്ത് അവർ സ്വന്തമായിട്ട് ഈ ഒരു ലോക്കൽ ഓൺലൈൻ പ്രോഡക്ട്സ്, അവരുടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോത്തിങ് സ്റ്റോർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ അവരുടെ ലോക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ഓൺലൈനായിട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ആപ്ലിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 1,000-2,000 കസ്റ്റമേഴ്സിനെ ആയതുകൊണ്ട്
അവർ ലാപ്ടോപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലേറ്റർ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കൊരു ഓണം, ഇപ്പൊ വരാൻ പോകുന്നത് ഓണമാണല്ലോ. അപ്പൊ ഓണം സീസൺ എടുക്കാം. അപ്പൊ ഓണം സീസണിൽ അവരെന്ത് ചെയ്തു, ഇവരുടെ ഒരു കേരള മാർട്ടിന്റെ സ്റ്റോറിൽ ഒരു ഓണം സെയിൽ അനൗൺസ് ചെയ്ത് ഓണം സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അവർ പ്രതീക്ഷിക്കാതെ ഒരു 1 ലക്ഷം കസ്റ്റമേഴ്സ് അറ്റ് എ ടൈമിൽ ഈ ഒരു ഷോപ്പിംഗ് സൈറ്റ് ആക്സസ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് അവളുടെ ലാപ്ടോപ്പിലായതുകൊണ്ട് ഈ ഒരു ലാപ്ടോപ്പിനെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ അവര് സൊല്യൂഷൻ ആയിട്ട് എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു ഇത്രയും ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ, ഞാനൊരു എന്റെ കുഴപ്പമില്ലാതെ ആപ്ലിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഒരു ഷോപ്പിംഗ് സൈറ്റ് കുഴപ്പമില്ലാതെ എന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്, എനിക്കിപ്പോ ഒരു സെർവർ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാനൊരു സെർവർ വാങ്ങാന്ന് പുള്ളിക്കാരി തീരുമാനിച്ചു. അങ്ങനെ ഒരു ക്യാഷ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ വന്നപ്പോൾ അവള് ഒരു 1 ലക്ഷം രൂപ, അല്ല സോറി, ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു പവർഫുൾ, നിങ്ങൾക്ക് 4 ലക്ഷം രൂപയല്ല, നിങ്ങളുടെ അവിടെ ഓരോന്നിനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന എക്സാമ്പിൾ ആയിട്ട് വെച്ച് പറയുന്ന കേട്ടോ, അതിൽ നിങ്ങൾ കുറ്റമൊന്നും വിചാരിക്കരുത്. നമുക്ക് 4 ലക്ഷം രൂപേന്റെ ഒരു സെർവർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു പവർഫുൾ സെർവർ ഒക്കെ പുള്ളിക്കാരി വാങ്ങി, പ്രോബ്ലം ഒക്കെ സോൾവ് ആയി, ഓണം സെയിൽ ഒക്കെ കുറെ പ്രോപ്പർ ആയിട്ട് നടന്നു. ഇപ്പൊ ഈ ഒരു ഓണം സെയിലിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ കസ്റ്റമേഴ്സിലേക്ക് ഈ ഒരു ഷോപ്പിംഗ് സൈറ്റ് എത്തി, അതായത് കുറെ പേരെ അട്രാക്ട് ചെയ്തു. പിന്നെ അവള് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഓണം കഴിഞ്ഞിട്ട് അടുത്തിപ്പോ ക്രിസ്മസ് വന്നെന്ന് വിചാരിച്ചു. അപ്പൊ ക്രിസ്മസ് വന്നപ്പം ഒന്നും കൂടി ഈ സെയിൽ നടത്തിയപ്പം ഈ നേരത്തെ പറഞ്ഞ ആ ഒരു 1 ലക്ഷം കസ്റ്റമേഴ്സിൽ നിന്ന് ഇപ്പൊ ഒരു 10 ലക്ഷം കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, സൈമൾട്ടേനിയസ് ആയിട്ട്. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിംഗിൾ സെർവറിനെ കൊണ്ട് ഇത്രയും ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവള് തീരുമാനിച്ചു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ഫ്ലാഷ് സെയിലൊക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്, എന്നാ പിന്നെ ഇത്രയും ട്രാഫിക്കിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 സെർവറും കൂടെ, അല്ലെങ്കിൽ ഒരു 10 സെർവർ എക്സ്ട്രാ വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചു. ഒരു സെർവറിന് 4 ലക്ഷം രൂപ കൊടുത്ത് 10 സെർവർ എന്ന് പറയുമ്പോൾ 40 ലക്ഷം രൂപ എന്ത് ചെയ്യണം, ഇതിന്റെ മേലെ സ്പെൻഡ് ചെയ്യണം. അപ്പൊ ആ ഒരു ക്രിസ്മസ് സെയിലൊക്കെ നല്ലപോലെ നടന്നു, ഒത്തിരി റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്തു. ഈ ക്രിസ്മസ് സെയിൽ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ ഒരു ട്വിസ്റ്റ് മനസ്സിലായത്. അതായത് ഒരു 80% ഓഫ് ടൈമിലും നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള എക്സ്ട്രാ 10 സെർവർ ഐഡിയൽ ആയിരിക്കും. അതായത് നോർമൽ ഡേയ്സിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രാഫിക് കുറവായിരിക്കുമല്ലോ. സോ ഈ റിസോഴ്സിന് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്തത് വേസ്റ്റ് ആണ്. ജസ്റ്റ് ഒരു സെയിലിന് വേണ്ടി മാത്രമാണ് ഈ റിസോഴ്സിന്റെ റിക്വയർമെന്റ് വരുന്നത്. സെയിൽ കഴിഞ്ഞാൽ ഇത് ഐഡിയൽ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം വാങ്ങിയ ആ ഒരു ഫിസിക്കൽ സെർവർ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു നോർമൽ ഡേയിലെ ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഓവറോൾ കോസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ഫ്ലാഷ് സെയിൽ അല്ലെങ്കിൽ ബിഗ് സെയിൽ ഒക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഒരു നോർമൽ ഷോപ്പിംഗ് സൈറ്റിനെ കൊണ്ട് കൊടുക്കാൻ പറ്റും. നൈക്കിക്കൊക്കെ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഷോപ്പിംഗ് സൈറ്റ് അല്ലേ. സോ അത്രയും ടൈം, ബാക്കിയുള്ള സമയം മുഴുവൻ ഐഡിയൽ ആയിട്ടിരിക്കുന്ന ഈ റിസോഴ്സ് ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മുടെ കോസ്റ്റിനെ അഫക്ട് ചെയ്ത് നമ്മൾ മുടക്കുന്ന കാശിനെ. ഇതും മാത്രമല്ല കേട്ടോ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് ഓൾ ഓവർ ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതായത് ഇന്ത്യയിൽ ഇരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും, ഇപ്പൊ മുംബൈയിൽ വന്ന കസ്റ്റമർ ആണെങ്കിലും ഡൽഹിയിൽ നിന്നുള്ള കസ്റ്റമർ ആണെങ്കിലും നമ്മുടെ ഈ കൊച്ചിയിലുള്ള ഈ ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അവർക്ക് ഒരു അത്രയും കിലോമീറ്റേഴ്സ് ഡാറ്റ എന്ത് ചെയ്യണം, ട്രാവൽ ചെയ്തിട്ട് വേണം ഈ ഒരു കസ്റ്റമർ സൈറ്റിലേക്ക് എത്താൻ. ഇപ്പൊ ഒരു 1500 കിലോമീറ്ററിലേക്ക് ഈ ഒരു ഡാറ്റ പാസ് ചെയ്യണം. സോ അവർക്ക് നമ്മളെക്കാളും ഈ ഒരു ലോഡിംഗ് സ്പീഡ് മീൻസ് കൂടുതലായിരിക്കും, മീൻസ് ഒരു സ്ലോനെസ്സും അനുഭവപ്പെടാം അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ കേസ് ഈ ഒരു പെർഫോമൻസിനെ അഫക്ട് ചെയ്യും, സ്ലോനെസ് ആണ്. ഇനി വേറൊരു കേസ് എന്താന്ന് വെച്ചാല്, ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ നമ്മള് കേരളത്തിലുള്ളവരാണ്, ഇവിടെ നമുക്ക് പവർ കട്ട് എന്നുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പവർ ഔട്ടേജ് വരുന്നത്. ഇനി പവർ ഔട്ടേജ് കൊണ്ട് ഒരു വെബ്സൈറ്റ് ഡൗൺ ആവും, അതും അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലേഴ്സ് എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചു, അപ്പോഴും നമുക്ക് ഒരു കുറെ നേരത്തേക്ക് ഒരു വെബ്സൈറ്റ് ഡൗൺ ആയിരിക്കും. അതുമല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ആണ്. എസ്പെഷ്യലി നമ്മളെ കസ്റ്റമേഴ്സിനെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ, ഫോൺ നമ്പറും കാര്യമൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ ഉള്ളതായതുകൊണ്ട് സെക്യൂരിറ്റി ബ്രീച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ ഡാറ്റ ലോസ്റ്റ് ആവും. സോ നിങ്ങൾക്ക് ഇവിടെ എന്താ വേണ്ടത്, ഒരു പവർഫുൾ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് വേണം, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം വേണം, സെക്യൂരിറ്റി എക്സ്പേർട്സ് വേണം. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ നേരത്തെ 40 ലക്ഷം എന്നുള്ളത് കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഇതിനെ മെയിൻ്റനൻസ് ഫീസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് AWS ഡെവലപ്പേഴ്സിനെ റിസ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനെ മാത്രമല്ല ഏതൊരു വെബ് ആപ്ലിക്കേഷനെ ആണെങ്കിലും
ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെയാണ് AWSന്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് അപ്പം AWSന് മുന്നേ വന്ന ഇഷ്യൂസ് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് AWS ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നോക്കാം. അപ്പം AWSന് അല്ലെങ്കിൽ ആമസോൺ വെബ് സർവീസിനോ ഏറ്റവും മാസീവ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അവിടെ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഏതൊരു റിക്വയർമെന്റിനെയും നിങ്ങളുടെ ഏത് നീഡിനെയും റിയൽ ടൈമിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ സെർവേഴ്സ് നമ്മളിങ്ങനെ പൈസയൊക്കെ കൊടുത്ത് വാങ്ങുന്നതിന് പകരം ആമസോണിന്റെ ഡാറ്റാ സെന്റേഴ്സിൽ നിന്ന് അവരുടെ കമ്പ്യൂട്ടിംഗ് പവറിനെ റെന്റായിട്ട് എടുക്കുക. കമ്പ്യൂട്ടർ പവറിനെ റെന്റായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന പോലെയാണ് ഇവരുടെ ഒരു കമ്പ്യൂട്ടിംഗ് പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2 സർവീസിനെ കുറിച്ചും നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പം നെറ്റ്ഫ്ലിക്സിന്റെ ഒക്കെ കേസ് എടുക്കുവാണെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഓൺ ഡിമാൻഡ്, ഇതാണ് അവരുടെ ഒരു കീ കോൺസെപ്റ്റ്, കമ്പ്യൂട്ടിംഗ് ഓൺ ഡിമാൻഡ്. അതായത് ഇപ്പം AWSന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവരുടെ ഒരു ഡാറ്റാ സെന്റേഴ്സ് ഒരു 190+ കൺട്രീസിൽ റൺ ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു 3 ആപ്ലിക്കേഷൻ, നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ഡെയിലി ഒരു 3 വെബ്സൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു വെബ്സൈറ്റിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു AWS സർവീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പെർ സെക്കൻഡിൽ നിങ്ങൾക്ക് വരുന്നത് ഇപ്പം മില്യൺസ് ഓഫ് റിക്വസ്റ്റ് ആണെങ്കിലും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഈ AWS അല്ലാതെ ഒരു നെക്സ്റ്റ് 14 ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ ഈ ഒരു AWSന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇത് സ്പോൺസേഡ് വീഡിയോ ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അതായത് ഇപ്പൊ അഷ്യൂർ ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒരു കമ്പാരിസൺ ഇങ്ങനെ പോകുന്നുണ്ട്, അഷ്യൂർ ആണോ AWS ആണോ ബെറ്റർ എന്നുള്ളത്. രണ്ടിനും രണ്ടിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ AWS പറയുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതായത് ഇത് AWS എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള വീഡിയോ അതെന്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾ ദയവേത് വിചാരിച്ചേക്കരുത് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഫ്ലിപ്കാർട്ട്, പേടിഎം, ഈ ഒരു ഇതുപോലുള്ള കമ്പനീസിന് മാത്രമല്ല, നിങ്ങൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പിനാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ് സർവീസ് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എലോരന്റെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗിന്റെ ഇഷ്യൂ ആയിരുന്നു അല്ലെ. അതായത് നമ്മൾ ഈ ഒരു ഫ്ലാഷ് സെയിലിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ മുടക്കി 10 സെർവർ വാങ്ങി. പക്ഷെ അത് മോസ്റ്റ് ഓഫ് ദ ടൈം ഐഡിയൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഓണം സെയിലിനെ അല്ലെങ്കിൽ ക്രിസ്മസ് സെയിലിന്റെ സമയത്ത് ട്രാഫിക് ഇൻക്രീസ് ചെയ്യുമ്പോൾ AWS എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഒരു സർവീസിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. വൺസ് ഈ ഒരു ട്രാഫിക് നോർമൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവർ ഈ സെർവർ കൗണ്ട് റെഡ്യൂസ് ചെയ്തോളും, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. അപ്പൊ അവന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് എന്താ കിട്ടുന്നത്, അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രം പേ ചെയ്താൽ മതി. അതായത് ഫ്ലാഷ് ടൈമിൽ നമ്മൾ എക്സ്ട്രാ സർവീസ് യൂസ് ചെയ്യും, അതിന് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. നോർമൽ ഡേയ്സിൽ നമുക്ക് ഒരു ബേസിക് സർവീസ് മതിയായിരിക്കും, നമ്മൾ അതിന് മാത്രം ക്യാഷ് കൊടുത്താൽ മതി. ഒരു റിസോഴ്സ് വേസ്റ്റേജും ഇല്ല, നമുക്ക് ക്യാഷും പോകില്ല. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു അതിന് മാത്രമേ നമ്മൾ ക്യാഷ് കൊടുക്കുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ പറഞ്ഞ അല്ലെ. അതായത് മുംബൈയിലും ഡൽഹിയിലും ഇരിക്കുന്നവർക്ക് നമ്മളെക്കാളും നമ്മുടെ അത്രയും സ്പീഡിൽ ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു സ്ലോനെസ് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ AWSന്റെ കേസിൽ ഇത് ഓൾ ഓവർ ദി ഇന്ത്യ ഉള്ളതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ റീജിയനിൽ ഇത് അവൈലബിൾ ആണ്. സോ ഇപ്പൊ നമ്മുടെ ഒരു കേരള മാർട്ട് ആപ്ലിക്കേഷൻ മുംബൈയിലും ഹൈദരാബാദിലും ഉള്ളവർക്ക് നമുക്ക് അവിടെ ഡിപ്ലോയ് ചെയ്യാം. സോ അവർക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ മുംബൈയിലെ കസ്റ്റമറിന് അവർക്ക് മുംബൈയിൽ നിന്ന് തന്നെ ഡാറ്റ കിട്ടും. അപ്പൊ കേരളത്തിന് ഒരു ഡാറ്റ ട്രാവലിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഒരു ഫാസ്റ്റ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഇഷ്യൂ എന്തായിരുന്നു, ഇത് നമ്മുടെ പവർ ഔട്ടേജ്, ഹാർഡ്വെയർ ഫെയില് കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അപ്പം AWSന് ഇതൊന്നും ഇല്ല, അതായത് മൺസൂണും പവർ കട്ടും ഒന്നും ഇല്ല. AWSന് ഓട്ടോമാറ്റിക് ആയിട്ട് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ബാക്കപ്പ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ഉള്ളതുകൊണ്ട് അവിടെ ബാക്കപ്പ് എടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ ഒരു ഡാറ്റാ സെന്റർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റന്റ്ലി എന്ത് ചെയ്യാം, ടേക്ക് ഓവർ ചെയ്യാൻ, മറ്റേ ഡാറ്റാ സെന്റർ ബാക്കപ്പ് യൂസ് ചെയ്തിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലേ പറഞ്ഞത്. ഇപ്പൊ AWS കസ്റ്റമറിന്റെ പേയ്മെന്റ് ഡാറ്റ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണെങ്കിലും അവരൊരു സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ലോക്കലൈസേഷൻ ആണെങ്കിലും അതുപോലെ RBI കോംപ്ലയൻസിനൊക്കെ അവർക്ക് അവരുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട്. നമുക്ക് അപ്കമിങ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം AWSന്റെ ഒരു മാർക്കറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്ത്യ മാത്രം എടുക്കാം. ഇന്ത്യന്റെ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൈക്രോസോഫ്റ്റ്
മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂറും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഗൂഗിൾ ക്ലൗഡ് ഒക്കെ എടുത്താലും ഇതിനൊക്കെ കമ്പൈൻ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു മാർക്കറ്റ് ഈ ഒരു AWS ഉണ്ട്. അതായത് ഒരു 50%ഉം ഈ ഒരു മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഇവര് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും AWS ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷനും ജോബ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. കാരണം ഡെവോപ്സ് ഇത്രയും മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം AWS ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 40 ലക്ഷം രൂപയ്ക്ക് പകരം AWS എടുക്കുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മന്ത്ലി ഒരു 50,000 റെന്റ് കൊടുത്താൽ മതിയായിരിക്കും. ഒന്ന് നിങ്ങളുടെ പെർഫോമൻസിനെ ഇത് ബാധിക്കില്ല, ഒരു വിധത്തിലും കസ്റ്റമേഴ്സിനെ ഒരു ഇഷ്യൂ ഇതുകൊണ്ട് വരൂല. സ്കെയിലപ്പ് നിങ്ങളുടെ റിക്വയർമെന്റ് കൂടുമ്പോൾ മാത്രം സ്കെയിലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ ബേസിക് സർവീസ് യൂസ് ചെയ്യാം. റിസോഴ്സ് വേസ്റ്റേജ് ഇല്ല. സോ നിങ്ങൾ ചിലപ്പം നോർമൽ സീസണിൽ ചിലപ്പോൾ അതിന് 15,000 കൊടുത്താൽ മതിയായിരിക്കും. ചിലപ്പോൾ ഒരു ഫ്ലാഷ് സെയിൽ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 50,000 1,00,000 കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് അത്രയും റവന്യൂ ഉണ്ട്. നോർമൽ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കസ്റ്റമറേ ഉള്ളൂ, ഇത്രയും റെന്റും ഉള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ആ ഒരു 40 ലക്ഷത്തിനേക്കാളും എത്ര ബെറ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ബാക്കിയുള്ള കൺസെപ്റ്റും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? അത് മാത്രമല്ല, ഇനിയിപ്പോ നമ്മൾ ഇവരുടെ ഒരു ഡെവലപ്മെന്റ് സെക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പോ നിങ്ങളിപ്പോ ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഒക്കെ കാണുന്നില്ലേ? അവരുടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇവരുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 കീ പെർഫോമൻസിനെ കുറിച്ച് ഇവിടെ പറയാന്ന്. അതിൽ ഏറ്റവും നിങ്ങൾ കേട്ടിട്ടുള്ള 2 തേമായിരിക്കും EC2 ഉം S3യും. EC2 എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡ്. അത് ഞാൻ പറയാം. ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കുടെ നീഡിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ സർവേഴ്സ് കൗണ്ട് ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ ഇവരുടെ സർവീസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യാന്ന്. അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസിംഗ് പവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ AI മോഡൽസ് ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും. പിന്നെ നമ്മൾ മൂന്നാമത്തെ കേസ് ക്ലൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു ആമസോണിന്റെ തന്നെ ഗ്ലോബൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ആയതുകൊണ്ട് എനിവെയർ ആക്സസ് ആയിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതാണ് ഈ ഒരു EC2 ECC, അതാണ് ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം ഇതിപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആമസോണിന്റെ ഡാറ്റാ സെന്ററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു ഡാറ്റാ സെന്ററിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു വിർച്വൽ സെർവറിൽ റൺ ചെയ്യുന്ന പോലെ കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇന്റർനെറ്റ് ത്രൂ ഇതിനെ കൺട്രോൾ ചെയ്യാം. മാത്രമല്ല, നമ്മൾ ഒരു ഫിസിക്കൽ മെഷീനെ വാങ്ങുന്നതിന് പകരം നമ്മളൊരു ആമസോണിന്റെ കമ്പ്യൂട്ടിംഗ് പവറിന്റെ ഒരു കമ്പ്യൂട്ടർ സ്ലൈസ് വാങ്ങുക. അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പം എത്ര CPU, റാമിന്റെ സൈസ് എത്ര വേണം, സ്റ്റോറേജ് കപ്പാസിറ്റി എത്ര വേണം, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൽ റൺ ചെയ്യേണ്ടത്, എപ്പം സ്റ്റാർട്ട് ചെയ്യണം, ഇൻ കേസ് ഇതിൽ സ്റ്റോപ്പ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് EC2 പെർഫോമൻസ്. രണ്ടാമത്തെ S3 ആണ്. അതായത് ഇതൊരു സ്റ്റോറേജ് സർവീസ് ആണ് കേട്ടോ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഗൂഗിളിന്റെ ഡ്രൈവ് യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ലിമിറ്റേഷൻ ഇല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ എന്തെങ്കിലും പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസും വീഡിയോസും കസ്റ്റമർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡറിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി, എന്തൊക്കെ ടൈപ്പ് ഡാറ്റ ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പ്രോഡക്റ്റ് ഇമേജസ്, ഇപ്പം ഇമേജസിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ റെസൊല്യൂഷൻ 360 ഡിഗ്രി വ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ഡോക്യുമെന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് KYC വെരിഫിക്കേഷൻസും ഇൻവോയ്സും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കപ്പ് ആണെങ്കിലും അവൈലബിൾ ആണ്. ഡെയിലി ഓട്ടോമേറ്റഡ് ബാക്കപ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ലോഡിങ്, പ്രോഡക്ട്സ് ഇമേജസ് ഒക്കെ ആണെങ്കിൽ ഫാസ്റ്റ് ലോഡിംഗ് ആണ്. ഫാസ്റ്റ് ലോഡിങ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇമേജസ് ഉണ്ടാവൂലേ, അത് ഇവര് ഹോട്ട് സ്റ്റോറേജസിലായിരിക്കും, ഇമേജ് ഹോട്ട് സ്റ്റോറേജിൽ സെറ്റ് ചെയ്യും. സോ ഈ ഫാസ്റ്റ്ലി ആക്സസ് ചെയ്യാം. ഇനി കുറെ ഡാറ്റാസ് ഓൾഡർ ഡാറ്റ ആയിരിക്കും, അത് ഇവർ എന്ത് ചെയ്യും, ചീപ്പ് അർച്ചീവൽ സ്റ്റോറേജിലേക്ക് സെറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ഒരു അച്ചീവൽ സ്റ്റോറേജിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് സ്റ്റോറേജിൽ എപ്പോഴും എന്തായിരിക്കും, എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് തിരിച്ചു വന്നാൽ ഒരു AWS സർവീസ് ഒക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1000 കസ്റ്റമേഴ്സിൽ തുടങ്ങി 1 ലക്ഷമായി 2 ലക്ഷമായി, ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു 5 ലക്ഷം കസ്റ്റമേഴ്സിനെ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു 40 ലക്ഷത്തിന്റെ സെർവർ കോസ്റ്റിന് പകരം ചിലപ്പോൾ ഒരു 10,000-20,000 രൂപയായിരിക്കും മന്ത്ലി റെന്റ് ആയിട്ട് കൊടുക്കുന്നത്.
പിന്നെ ഈ ഒരു ഫ്ലാഷ് സെയിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ അതിനനുസരിച്ച് സ്കെയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൗൺ ടൈം, ആ ഒരു കേസിൽ ഇൻ കേസ് AWS യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 30% ടൈം നമ്മൾ ചിലപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ 0% ആയിരിക്കും ഇവിടെ ഡൗൺ ടൈം ഉണ്ടാവുക. ഓട്ടോമാറ്റിക് ആയിട്ടാണല്ലോ ഈ ഒരു അപ്പും ഡൗണും നടക്കുന്നത്. റവന്യൂ ആണെങ്കിലും ചിലപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും റവന്യൂ ഒരു 50% എങ്കിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊരു ഡിഫറൻസ് എന്തായാലും കാണും. ഈ ഒരു ഇ കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, നിങ്ങളുടെ ഏതൊരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും, വെബ് ആപ്ലിക്കേഷൻ അല്ല, നിങ്ങളുടെ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും, ഇപ്പൊ റെസ്റ്റോറന്റ് ബുക്കിംഗ് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഡെലിവറി സർവീസിന് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ ഒരു AWS പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അഷ്യൂറിൻ്റെത് ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവറിന്റെ വീഡിയോ ചെയ്യാം. എനിക്ക് ഏറ്റവും ഡിസപ്പോയിന്റഡ് ആയി പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 2 അവറിന്റെ ഒരു വീഡിയോ 1 വീക്ക് സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരുവേ കാണുന്നില്ല. ആ ക്യൂബർനെറ്റീസിന്റെ ഡെവോപ്സിന്റെ കംപ്ലീറ്റ് ഒരു CI/CD പൈപ്പ് ലൈൻ ഞാൻ ലാസ്റ്റ് വീക്ക് ഫ്രൈഡേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു 800 വ്യൂസ് എങ്ങാണ്ട് അതിൽ വന്ന്, എനിക്ക് അത്രയും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറെ ബഗ് എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫിക്സ് ചെയ്ത് ഇത്രയും സ്പെൻഡ് ചെയ്ത് വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നെ ഗിറ്റ്ഹബ് ഒക്കെ സെറ്റ് ചെയ്ത് റീഡ്മി ഫയൽ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരാൾ എനിക്ക് വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കമന്റ് ആയിട്ട്, ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ ആകുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുന്നു. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോന്റെ ടൈം കുറച്ചത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കമന്റ്സിനനുസരിച്ചിട്ട് ഞാൻ AWSന്റെ ഒരു വീഡിയോ അടുത്തതിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അപ്കമിങ് വീഡിയോസിൽ ഡെവോപ്സിനെ പറ്റി കൂടുതലായിട്ട് ഇതുപോലുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ക്യൂബർനെറ്റീസിന്റെയും ഡോക്കറിന്റെ ഒക്കെ വീഡിയോസ് പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അത് ഡെവോപ്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അതും ഈ ഇതുപോലെ AWSന്റെ ഒക്കെ കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.